മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 302-ാമത്തെ എപ്പിസോഡിൽ അമോണിയം കാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ വിലപ്പെട്ട നിരവധി വിവരം കൊണ്ട് ധന്യമാണ് വാസ്തവത്തിൽ ഈയൊരു ഭാഗം. മനുഷ്യ ജീവനിൽ ഹോമിയോപ്പതി ഔഷധത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തുടക്കത്തിലേ ഇതിൽ തരുന്നുണ്ട്. കെൻ്റ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സാന്ദർഭികമായി ഹോമിയോപ്പതിക് പ്രിൻസിപ്പിളിനെ കുറിച്ചും ഔഷധങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുമുള്ള വിശദീകരണം പലയിടത്തും തന്നിട്ടുള്ളത് തന്നെ ഇവിടെയും കണ്ണുമായിട്ടുള്ള ലക്ഷണത്തെ ബന്ധപ്പെടുത്തി ഇവിടെ തരുന്നുണ്ട്. അതുപോലെ ഡിഫ്തീരിയ എന്ന് പറയുന്ന പലപ്പോഴും മാരകമാകാറുള്ള ഒരു രോഗാവസ്ഥയിൽ ഇതിൻ്റെ പ്രയോഗം, വാർദ്ധക്യകാലത്ത് മരണാസന്നമായ സമയങ്ങളിൽ ഈ ഔഷധത്തിൻ്റെ സവിശേഷമായ പ്രയോഗം, ആ ഒരു സന്ദർഭങ്ങൾ വരാവുന്ന ഒരുതരം പ്രതിസന്ധി, സ്കിന്നിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടും രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങൾ തെറ്റാണോ എന്ന് സംശയിക്കുന്ന ചില സന്ദർഭങ്ങൾ. പക്ഷെ അത്തരം അവസ്ഥകൾ ഉണ്ടാകാം. അത്തരം പ്രതിസന്ധികളിൽ ഉപകരിക്കുന്ന ചുരുക്കം ഔഷധങ്ങളിലൊന്ന് അമോണിയം കാർബോണിക്കമാണ്. അതുപോലെ പൊതുവെ വാർദ്ധക്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ പറയുന്നുണ്ട്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇറ്റ് ഹാസ് മെനി ഐ സിംറ്റംസ്. സ്പാർക്സ് ബിഫോർ ദ ഐസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഹെഡ് ഏക്സ്. തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ സ്ഫുരണങ്ങൾ, സ്പാർക്കുകൾ, തീപ്പൊരികൾ, പ്രകാശരേണുക്കൾ ചിതറുന്നതുപോലെ, ഡബിൾ വിഷൻ, ഇരട്ടയായി കാണുന്നു, ആവേഷൻ ടു ലൈറ്റ്സ്, പ്രകാശത്തോട് ഇഷ്ടകേട്. ഈ ഒരു കൊട്ടേഷനാണ്. ലാർജ് ബ്ലാക്ക് സ്പോട്ട് ഫ്ലോട്ട്സ് ബിഫോർ ദ ഐസ് ആഫ്റ്റർ സിവിങ്. തുന്നിയതിന് ശേഷം, തയ്യൽ നടത്തിയതിന് ശേഷം, അപ്പോൾ കണ്ണിന് ഒരു സ്ട്രെയിൻ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും കണ്ണിൻ്റെ മുന്നിൽ ഒരു വലിയ കറുത്ത ഒരു ബിന്ദു ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ തോന്നുന്നു. അതൊരു പേഷ്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫോറുടെയോ കൊട്ടേഷനാണ്. വെൻ ദീസ് സിംറ്റംസ് ഹാവ് ബീൻ പ്രസൻറ്റ് ഇൻ സച്ച് എ കോൺഷ്യസ് സ്റ്റേജ് ആസ് ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ്, ദ റെമഡി ഹാസ് ക്യൂർഡ് കാറ്ററാക്ട്. അതായത് ഇതിൻ്റെ ഇതുവരെ പറഞ്ഞ അമോണിയം കാർബോണിക്കത്തിൻ്റെ ജനറൽ കണ്ടീഷനിൽ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റിൽ ഉള്ള ലക്ഷണങ്ങൾ യോജിച്ചു വരുന്ന കേസുകളിൽ ഇത് തിമിരത്തെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. തിമിരം ശസ്ത്രക്രിയയില്ലാതെ മാറും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആണെങ്കിൽ. ഇനി ആ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാചകം, ഇറ്റ് ഹസ് ക്യൂർഡ് ദ പേഷ്യൻറ്റ് ആൻഡ് ഫൈനലി ദ ക്രിസ്റ്റലൈൻ ലെൻസ് ഹാസ് ക്ലിയർഡ് അപ്പ്. രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞു. അത് ഫൈനലി, ഉടനടി അല്ല. എന്താ ചെയ്യുന്നത്? ക്രിസ്റ്റലൈൻ ലെൻസ് ഹാസ് ക്ലിയർഡ് അപ്പ്. ലെൻസിൻ്റെ ആ ഒരു ബയോളജിക്കൽ ക്രിസ്റ്റലായിട്ടുള്ള ലെൻസിനെ വൃത്തിയാക്കി തിമിരം മാറ്റി സുഖപ്പെടുത്തും. അത് പെട്ടെന്ന് ചെയ്യുമെന്നല്ല പറയുന്നത്, ഫൈനലി. രോഗിയുടെ ആന്തരികമായ ക്രമരാഹിത്യത്തെ, വൈറ്റാലിറ്റിയിലെ ക്രമരാഹിത്യത്തെ അത് സുഖപ്പെടുത്തി ക്രമപ്പെടുത്തിയ ശേഷം രോഗി ആന്തരികമായി അടിസ്ഥാനപരമായി സൗഖ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നൊരു പ്രക്രിയയുടെ അവസാനം, ഫൈനലി, പല പ്രശ്നങ്ങളും ഇതേപോലുള്ള ഫിസിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും മാറും. കാറ്ററാക്ട്, തിമിരവും മാറും. ബേണിംഗ് ഓഫ് ദ ഐസ്, സ്മാർട്ടിങ് ഐസ്, ബ്ലഡ് ഷോട്ട് ഐസ്, കണ്ണിൽ നീറ്റല്, പൊള്ളല്, ചുവന്ന ഞരമ്പുകളൊക്കെ ചുവന്ന് തടിച്ചിരിക്കൽ. ഇറ്റ് ഡിസ്റ്റർബ്സ് ദ ഹിയറിംഗ്, ചെവിയെ ബാധിക്കുന്നു, കേൾവിയെ കുഴപ്പത്തിലാക്കുന്നു. കോസിങ് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ആക്രിഡ് ഫ്ലൂയിഡ് ഫ്രം ദ ഇയേഴ്സ്. കേൾവിയുടെ പ്രശ്നം, ചെവിയിൽ നിന്ന് ദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള ദ്രാവകങ്ങൾ ഒഴുകി വരുന്നു, അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകും. വി ഹാവ് ഹാഡ് സ്കോർബ്യൂട്ടിക് കാറ്റാറൽ കണ്ടീഷൻ ഓഫ് ദ നോസ്. ഇനി മൂക്കിൽ പ്രശ്നം, സ്കോർബ്യൂട്ടിക് കണ്ടീഷൻ, മൂക്കിലൊരു സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ട്, മൂക്ക് പതിഞ്ഞൊക്കെ ഇരിക്കും, അതിൽ ചോര വരും, പൊറ്റ ഉണ്ടാകും, ദുർഗന്ധമുള്ള സ്രവങ്ങളുണ്ടാവും. കാറ്റാറൽ കണ്ടീഷൻസ്, സ്രവങ്ങൾ വരും, കഫം സ്രവിക്കും. സച്ച് ആസ് ഡിസ്ക്രൈബ്ഡ്, നേരത്തെ പറഞ്ഞ പോലുള്ള അവസ്ഥകളിൽ.
ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആക്രിഡ്, മൂക്കിൽ നിന്ന് സ്രോതനും ഈ ചെവിയിൽ നിന്നുള്ള പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അത് അമോണിയം കാർബണേറ്റിൽ പൊതുവെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി വീണ്ടും കൊട്ടേഷനാണ്. സിവിയർ പെയിൻ ആസ് ഇഫ് ദ ബ്രെയിൻ വേർ ഫോഴ്സിങ് ഇറ്റ് സെൽഫ് ഔട്ട് ജസ്റ്റ് അബൌവ് നോസ്. ഒരാളുടെ ഒരു അനുഭവമാണ്, റൂബറുടെയോ പേഷ്യൻ്റെയോ, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. മൂക്കിലിൻ്റെ മേൽഭാഗത്തു നിന്നും തലച്ചോറ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നു. നോസ് ബ്ലീഡ് വെൻ വാഷിംഗ് ഫേസ് ഓർ ഹാൻഡ്സ് ഇൻ മോർണിംഗ്. ഈ കുളിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജലത്തിൻ്റെ പ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ അമോണിയം കാർബോണിക്കത്തിലുണ്ട്. അത് അവിടെ എവിടെയായിട്ട് കെൻറ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ കൊട്ടേഷനാണ്. മുഖം കഴുകുമ്പോൾ മൂക്കിൽ നിന്ന് ചോര വരുന്നു, മുഖം കഴുകുമ്പോൾ മൂക്കിൽ നിന്ന് ചോര വരുന്നു, അത് പ്രഭാതത്തിൽ. ഇതൊരു കൊട്ടേഷനാണ്. ഇറ്റ് ഹാസ് മെനി കംപ്ലൈൻറ്റ്സ് ഫ്രം ബാത്തിങ്. കുളിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അമോണിയം കാർബോണിക്കത്തിലുണ്ട്. ആൻഡ് എ പ്രൊമിനന്റ് ഫീച്ചർ ഇസ് ദാറ്റ് ദ സ്കിൻ ഈസ് കവേർഡ് വിത്ത് റെഡ് മോട്ടൽ സ്പോട്ട്സ് ആഫ്റ്റർ ബാത്തിങ്. കുളി കഴിഞ്ഞ ശേഷം തൊലിയിൽ മുഴുവൻ ചുവന്ന നിറത്തിലുള്ള പാടുകൾ, പൊട്ടുകൾ പോലെയൊക്കെ മൊത്തത്തിൽ വരുന്നു. ബാത്തിങ് പ്രൊഡ്യൂസസ് സർജിങ് ആൾ ഓവർ ഹിയർ ആൻഡ് ദർ ആസ് വെൽ ആസ് നോസ് ബ്ലീഡ്. കുളി കഴിയുമ്പോൾ അവിടെ എവിടെയൊക്കെ ചോര ഇരച്ച് കയറുന്നു. അപ്പോൾ ഈ കുളി രക്തസംക്രമണത്തെ ബാധിക്കുന്ന അർത്ഥം. അപ്പോൾ മൂക്കിൽ നിന്ന് സ്രവങ്ങളും രക്തസ്രാവവും ഉണ്ടാവും. പാൽപിറ്റേഷൻസ് ഫോർ എ വേഴ്സൺ ഓഫ് ബാത്തിങ്. നെഞ്ചിടിപ്പും കുളിക്ക് ശേഷം വർദ്ധിക്കുന്നു. അപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്നു, രക്തസംക്രമണത്തെ ബാധിക്കുന്നു. തൊലിയിലും മൂക്കിലും മറ്റും കണ്ണിലും ഒക്കെ അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നു. ഇൻ ദ ത്രോട്ട് വി ഹാവ് ആൻ അപ്പിയറൻസ് ലൈക്ക് മാലിഗ്നന്റ് സ്കാർലറ്റ് ഫീവർ. അപകടകരമായ ചുവന്ന പനി, സ്കാർലറ്റ് ഫീവർ, അത് തൊണ്ട പരിശോധിക്കുമ്പോൾ കാണാം. ഡിഫ്തീരിയ ആൻഡ് അതർ സൈമോട്ടിക് സ്റ്റേറ്റ്. അത് കൂടാതെ തന്നെ ഡിഫ്തീരിയ, ഈ പകർച്ചവ്യാധി, മറ്റ് പകർച്ചവ്യാധി, അക്യൂട്ടായിട്ടുള്ള മറ്റ് പകർച്ചവ്യാധികൾ, അഞ്ചാം പനി, അങ്ങനെ പല പ്രശ്നങ്ങൾ ഒക്കെ വരും. തൊണ്ടയിൽ അത് കാണും അമോണിയം കാർബോണിക്കത്തിൽ. എന്താണ് പർപ്പിളായിട്ട് നല്ല ചുവന്ന നിറത്തിൽ സ്വോളൻ വിങ്ങിയിരിക്കുന്നു. അൾസറായിട്ട് വ്രണങ്ങളുണ്ടായി, ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടായി. അപ്പോൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികളിൽ ഡിഫ്തീരിയ അടക്കം തൊണ്ടയ്ക്ക് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നു, വിങ്ങുന്നു, വ്രണങ്ങളുണ്ടാകുന്നു, രക്തസ്രാവം ഉണ്ടാകുന്നു. ആൻഡ് ഗാംഗ്രിനസ്, പഴുപ്പ് വന്ന് വളരെ മാരകമായ അവസ്ഥയിൽ പഴുപ്പ് പെട്ടെന്ന് പടർന്ന് മാരകമായ അവസ്ഥയിലേക്ക് പോകാം. അക്കമ്പനീഡ് ബൈ ഗ്രേറ്റ് എക്സോഷൻ. അതോടൊപ്പം ആളാകെ തകർന്ന് നിലംപരിശായി പോകുന്നു. വിത്ത് എൻലാർജ് ടോൺസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. ടോൺസിൽസും മറ്റ് ഗ്രന്ഥികളും ഒക്കെ വീർത്തു വരുന്നു. തൊണ്ടയിലാകെ കുഴപ്പമാണ്. ദ ഗ്ലാൻഡ്സ് ഔട്ട്സൈഡ് ദ ത്രോട്ട് ആൻഡ് നെക്ക് ആർ എൻലാർജ് ആൻഡ് ഫെൽറ്റ് ആസ് ലംസ്. അപ്പോൾ തൊണ്ടയ്ക്ക് പുറത്തുള്ള കഴുത്തുള്ള ഗ്രന്ഥികളും വലുതായി വലിയ കട്ട പോലെ, മുഴ പോലെ ഇരിക്കും. ഇനി വീണ്ടും ഡിഫ്തീരിയയെ കുറിച്ചാണ്. ഇൻ ഡിഫ്തീരിയ when the nose is stopped the child starts from sleep gasping for breath. ഈ ഡിഫ്തീരിയ വന്നിട്ട് ആ കുട്ടിയുടെ മൂക്കടഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു, ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുന്നു, വിഷമിക്കുന്നു. ഹിയർ അഗെയിൻ വി ഒബ്സർവ് ഇറ്റ്സ് റിലേഷൻ ടു ലാക്കസിസ്. ലാക്കസിസുമായിട്ടുള്ള ആ സാമ്യം നമ്മൾ വീണ്ടും ഇവിടെ കാണുകയാണ്. ഫോർ സൂൺ ആഫ്റ്റർ പേഷ്യന്റ് ഡ്രോപ്സ് ടു സ്ലീപ്പ് വേക്സ് അപ്പ് സഫക്കേറ്റിംഗ്. ഉറക്കത്തിലേക്ക് വീണ ഉടനെ രോഗി ഉണർന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? ശ്വാസം കിട്ടുന്നില്ല, മൂക്കടഞ്ഞു പോയി. ലാക്കസിസിലും അമോണിയം കാർബോണിക്കത്തിലും കാണുന്നു. അപ്പോൾ അത് പരസ്പരം ചേർത്ത് വായിക്കുക. അതിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസമുള്ള ഔഷധങ്ങളാണ്. ജനറൽ കണ്ടീഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ജനറൽ കണ്ടീഷൻ യോജിക്കുന്ന ലാക്കസിനാണ് ലാക്കസ്, അമോണിയം കാർബോണിക് അത്. മറ്റെന്തെങ്കിലും ഔഷധമാണെങ്കിൽ അങ്ങനെയോ ആകാം. അപ്പോൾ ഫോക്കസ് എപ്പോഴും രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനിലായിരിക്കണം. സ്ട്രോങ് ജനറൽസ് മൊഡാലിറ്റീസ്, അതിന് രണ്ടാം സ്ഥാനം മാത്രമേ ഇതേപോലുള്ള അക്യൂട്ട് കണ്ടീഷൻസിലുള്ളൂ. അത് എത്ര മാരകമെന്ന് പറഞ്ഞാലും, പുതിയ രോഗമെന്ന് പറഞ്ഞാലും, അജ്ഞാത രോഗമെന്ന് പറഞ്ഞാലും, എന്താണെങ്കിലും. മെൻസസ് ടു സൂൺ, വളരെ വേഗം അർത്ഥം വരുന്നു. കൊട്ടേഷനാണ്. ദ മെൻസ്ട്രൽ ബ്ലഡ് ഈസ് ബ്ലാക്കിഷ് ഓഫൺ ഇൻ ക്ലോട്ട്സ്. കറുത്ത നിറത്തിലുള്ള കട്ട പോലെ മെൻസ്ട്രൽ ബ്ലഡ് വരുന്നു. ദ ലുക്കോറിയേസ് ആക്രിഡ്, വെള്ളപ്പോക്കിൻ്റെ അവസ്ഥയിലും ഉണ്ട്. അങ്ങനെ നേരത്തെ കണ്ടാണ്. സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആകെ തൊലി പോയി നീറ്റിലൊക്കെ ഉണ്ടാകാം. കൊട്ടേഷനാണ് വീണ്ടും. വയലന്റ് ടിയറിംഗ് ഇൻ അബ്ഡോമൻ ആൻഡ് വജൈന. അടിവയറ്റിലും വജൈനയിലും വല്ലാതെ ഇങ്ങനെ പറിച്ച് കീറുന്നത് പോലെയൊക്കെയുള്ള വേദന. ഇറിറ്റേഷൻ ഓഫ് ക്ലിറ്റോറിസ്, ക്ലിറ്റോറിസിൽ വല്ലാത്ത
നൗ ലെറ്റ് മീ ടെൽ യു സംതിങ് നോട്ട് മെൻഷൻഡ് ഹിയർ. ഇനി പൊതുവെ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം എന്നാണ് എന്ത് പറയുന്നത്. പക്ഷെ അത് പ്രധാനമാണ്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് എ സെൻസേഷൻ ഓഫ് സോർനെസ് ഇൻ ദ വോൾ പെൽവിക് വിസറ. അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ആന്തരിക അവയവങ്ങളിൽ മൊത്തം ഒരുതരം നൊമ്പരം. അറ്റ് ടൈംസ് ഇറ്റ് സീംസ് ആസ് ഇഫ് ഓൾ ഹെർ ഇന്നർ പാർട്സ് വെർ റോ. അവളുടെ ആ ആന്തരികാവയവങ്ങളെല്ലാം, വിശേഷിച്ചും അരക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഗൈനിക് പാർട്സ് എല്ലാം അവിടെ തൊലിയൊക്കെ പോയിട്ട് പച്ച മാംസം പുറത്ത് വന്നാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെയുള്ളൊരു സോർ കണ്ടീഷൻ വരുന്നു. ആ സ്ത്രീ എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് ആലോചിക്കുക. ഇനി കൊട്ടേഷനാണ്. മെൻസസ് പ്രിമച്വർ, നേരത്തെ ആർത്തവം വരുന്നു. അബണ്ടൻറ്റ്, വല്ലാതെ അമിതമായി വരുന്നു. ബ്ലാക്കിഷ്, കറുത്ത നിറത്തിലുള്ള രക്തം വരുന്നു. ഓഫണിങ് ക്ലോട്ട്സ്, പലപ്പോഴും ക്ലോട്ട്സ്, കറുത്ത രക്തക്കട്ടകൾ അമോണിയം കാർബോണിക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട പർട്ടിക്കുലറാണ്. പ്രൊസീഡഡ് ബൈ ഗ്രിപ്പിംഗ് ആൻഡ് കോളിക്, ഇങ്ങനെ പിടുത്തം പോലെ, വയറ്റിൽ പിടുത്തം പോലെ വല്ലാത്ത വേദന. അതിന് മുന്നോടിയായി കറുത്ത നിറത്തിലുള്ള രക്തം വരുന്നു. പല സ്ത്രീകളും പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ ക്ലിനിക്കിൽ. ദ റെമഡി ഈസ് ഫുൾ ഓഫ് കാറ്ററൽ സിംപ്റ്റംസ് ആൻഡ് കോഫ് വിത്ത് മച്ച് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് എയർ പാസേജസ്. ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. വിശേഷിച്ചും വാർദ്ധക്യത്തിൽ കിടപ്പ് രോഗികളൊക്കെ വരാവുന്ന പ്രശ്നം, അവരെ മരണത്തിലേക്ക് നയിക്കാവുന്ന പ്രശ്നം. ആ അവസ്ഥയിലൊക്കെ ഇതിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കുക. ചുമ, കഫം, കുറുങ്ങൽ എന്ന് പറയുന്നൊരവസ്ഥ. ചോക്കുമ്പോൾ ഇങ്ങനെ കുറുങ്ങൽ എയർ പാസേജസിൽ മുഴുവൻ മുക്ക് മുതൽ അങ്ങോട്ട് വരും. ഓപ്പറേഷൻ ഓഫ് ബ്രീത്തിങ്, ശ്വാസം വലിയ ബുദ്ധിമുട്ട്, ശ്വാസം തടസ്സപ്പെട്ടതുപോലെ. കാറ്ററൽ ഡിസ്നിയ, കഫം കെട്ടിയിട്ട് ശ്വാസം മുട്ടുന്നൊരവസ്ഥ. എസ്പെഷ്യലി ഈസ് ദിസ് എ റെമഡി വെൻ ദ സിംറ്റംസ് അഗ്രി. എൻ്റെ വീണ്ടും പറയുകയാണ്, ലക്ഷണങ്ങൾ യോജിക്കുമ്പോൾ. ഇൻ ഹൈപ്പോസ്റ്റാറ്റിക് കൺജഷൻ ഓഫ് ദ ലങ്സ്, ശ്വാസകോശങ്ങളുടെ അടിഭാഗത്ത് കഫവും മറ്റെന്തെങ്കിലും ഊറി വന്ന ദ്രാവകങ്ങളും ചോരയും ഒക്കെ കെട്ടിയിട്ട് വല്ലാത്തൊരു പ്രശ്നം. എ ഫില്ലിംഗ് അപ്പ് ഓഫ് ദ ചെസ്റ്റ് വിത്ത് മ്യൂക്കസ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പെൽ. നെഞ്ചിൽ കഫമെന്ന് നിറഞ്ഞിട്ട് അത് പുറന്തള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണിതാവസ്ഥയിൽ കിടപ്പ് രോഗികളിൽ, കിടന്നുപോയവരിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അവരെ മരണം പ്രവചിക്കും ഡോക്ടർമാർ. ഗ്രേറ്റ് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഗ്രേറ്റ് വീക്ക്നെസ്, നെഞ്ചിന് വല്ലാതെ കുറുങ്ങൽ, വല്ലാത്ത ക്ഷീണം. ഇറ്റ് ഇസ് എ ഗുഡ് പാലിയേറ്റീവ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് കൺസെപ്ഷൻ. ക്ഷയരോഗത്തിൻ്റെ അന്തിമഘട്ടങ്ങളിൽ നല്ലൊരു പാലിയേറ്റീവാണ് അമോണിയം കാർബോണിക്കം. ആലോചിക്കുക, ക്ഷയം തന്നെ വരണമെന്നില്ല, സമാനമായ ലക്ഷണങ്ങളുള്ള വാർദ്ധക്യത്തിൽ അവർക്ക് നല്ല മരണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എ ഡോസ് ഓഫ് അമോണിയം കാർബൺ, അമോണിയം കാർബത്തിൻ്റെ ഒരു ഡോസ്. വെൻ ദർ ഈസ് ഗ്രേറ്റ് കോൾഡ്നെസ്, എൻ്റെ സാഹചര്യം പറയാണ്, വല്ലാതെ തണുപ്പ്, അമോണിയം കാർബണിക്കുന്ന അവസ്ഥ വേണം, വല്ലാതെ തണുപ്പ്, ഫ്രസ്ട്രേഷൻ, ആകെ ക്ഷീണിച്ച് തളർന്ന് കിടന്നു. ആൻഡ് വീക്ക്നെസ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ വല്ലാതെ ക്ഷീണം. അതാണ് അതിനോട് ചേർന്ന് വരുന്ന അവസ്ഥ. ഇറ്റ് ഈസ് നോട്ട് അൺലൈക്ക് ദാറ്റ് സെൻസേഷൻ ഓഫ് വീക്ക്നെസ് ഇൻ ദ ചെസ്റ്റ് വിച്ച് ഈസ് ലൈക്ക് സ്റ്റാനം. ഇത് ഈ നെഞ്ചിലുള്ള ഒരു ക്ഷീണം, നെഞ്ചാകെ ക്ഷീണിച്ച് ശ്വാസം വലിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥ സ്ഥാനവുമായിട്ട് അവിടെ യോജിപ്പുണ്ട്. സ്ഥാനം യോജിക്കും, അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഈ രണ്ടവസ്ഥകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹി ക്യാൻ ഹാർഡ്ലി കഫോർഡ് ലൗഡ്, ഒച്ചത്തിൽ ചുമച്ചിട്ട് ഇത് പുറന്തള്ളാൻ സാധിക്കുന്നില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ദ വീക്ക്നെസ് ഹി കനോട്ട് എക്സ്പെൽ ദ മ്യൂക്കസ്. ആ നെഞ്ചിൻ്റെയും പൊതുവെയുള്ള ക്ഷീണം നിമിത്തം ചുമച്ച് ഈ കഫം പുറത്തള്ളാൻ പറ്റുന്നില്ല. ലൈക്ക് ആൻറ്റി ടാർട്ട്, അവിടെ ആൻറ്റി ടാർട്ടുമായിട്ട് സാദൃശ്യം. ഷോർട്ട് ആസ്മാറ്റിക് കഫ്, നീണ്ടു നിൽക്കാത്ത ആസ്മാറ്റിക് കോഫ്. ദ കംപ്ലൈൻസ് ഓഫ് ദിസ് റെമഡി കം ഓൺ എസ്പെഷ്യലി അറ്റ് 3 o'clock ഇൻ ദ മോർണിംഗ്. അവിടെയും വൃദ്ധരുടെ പ്രശ്നങ്ങളുമായിട്ട് യോജിച്ചു വരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. ദ കോഫ് കംസ് ഓൺ അറ്റ് ദ ടൈം, ആ സമയത്താണ് ചുമ വരുന്നത്. ഓൾ പീപ്പിൾ ഹു സഫർ ഫ്രം കാറ്ററ ഓഫ് ദ ചെസ്റ്റ് ഹാവ് എൻ അഗ്രവേഷൻ അറ്റ് 3 o'clock ഇൻ ദ മോർണിംഗ് വിത്ത് ദ പാൽപിറ്റേഷൻ ആൻഡ് പ്രൊസ്ട്രേഷൻ. വാർദ്ധക്യത്തിൽ പൊതുവെ പ്രശ്നമാണ്. 3 മണിക്കൊക്കെ ഉറക്കം തീരും, 3-3 കഴിയുമ്പോൾ ഉറക്കം തീരും അവരുടെ. എന്നിട്ട് ആ സമയത്ത് വർദ്ധിക്കും, പിന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, വല്ലാത്ത പ്രയാസം. ആ സമയത്ത് അഗ്രവേഷനാണ് 3 മണിക്ക്. നെഞ്ചിൽ കഫം കെട്ടിയതിൻ്റെ പ്രയാസങ്ങളാണ്. നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു, സ്പന്ദനങ്ങൾ വർദ്ധിക്കുന്നു, പ്രൊസ്ട്രേഷൻ, ആകെ തളർന്നു പോകുന്നു.
ഇനി അവിടെ ഉണരുകയും ചെയ്യും. വേക്കിംഗ് അപ്പ് അറ്റ് ദാറ്റ് അവർ വിത്ത് കോൾഡ് സ്വെറ്റ് ആൻഡ് ഡിസ്നിയ. ശരീരമാകെ തണുത്ത വിയർപ്പ് വന്നിട്ട് ശ്വാസം കിട്ടാതെ ആൾ ഉണർന്നു പോകും. മരണവെപ്രാളമെന്ന് പറഞ്ഞാൽ മതി. ഈ തണുത്ത വിയർപ്പ് വരുന്ന സമയം എനിക്കങ്ങനെ ചില സന്ദർഭങ്ങൾ എനിക്ക് വരാറുണ്ട്. ശരീരം മുഴുവൻ തണുത്ത വിയർപ്പ് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നൊക്കെ തോന്നിപ്പോവും. ഓൾമോസ്റ്റ് പൾസ്ലെസ്, സ്പന്ദനമില്ല, ഹൃദയസ്പന്ദനം മിക്കവാറും നഷ്ടപ്പെട്ടു പോയി. വീക്ക്നെസ് ഓഫ് ദ ഹാർട്ട്, ഹൃദയം അത്രയ്ക്ക് ക്ഷീണിതമാണ്. ഫേസ് പെയിൽ ആൻഡ് കോൾഡ്, മുഖം വിളറി തണുത്തു. ഒരു മരിക്കാൻ പോകുന്ന രോഗിയുടെ ചിത്രം. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് നിരവധി ഔഷധങ്ങളുണ്ട്. അവിടെ അമോണിയം കാർബോണിക്കത്തെയും നിങ്ങൾ ഓർക്കുക. ഗ്രേറ്റ് ലാസിറ്റ്യൂഡ് കൊട്ടേഷനാണ്. വല്ലാത്ത ക്ഷീണം. ഇഫക്റ്റീവ് റിയാക്ഷൻ വിച്ച് ഓർ അറ്റ് ദ ക്ലോസ് ഓഫ് സീവിയർ സൈമോട്ടിക് ട്രബിൾസ്, ടൈഫോയിഡ്, ഡിഫ്തീരിയ, സ്കാർലറ്റ് ഫീവർ, എർസിപ്പിലാസ് എക്സെട്ര. അപ്പോൾ ഈ സൈമോട്ടിക് പഴയൊരു പ്രയോഗമാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോയെന്നറിയില്ല. ഈ അക്യൂട്ട് കണ്ടീഷൻസ്, പകർച്ചവ്യാധികൾ പണ്ടത്തെ പ്രയോഗമാണ്. ഇപ്പോൾ ടൈഫോയിഡ്, ജ്വരപ്പനി, ഡിഫ്തീരിയ, സ്കാർലറ്റ് ഫീവർ, ചെമ്പനി, എർസിപ്പിലാസ്, ഇതൊക്കെ ഈ അവസ്ഥയിലൊക്കെ അവിടെ റിയാക്ഷൻ വരുന്നില്ല. അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ ഒരു ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ശരിയായ രീതിയിൽ റിയാക്ഷൻ വരുന്നില്ല. ഒരുതരം ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, രോഗിക്കും ചികിത്സിക്കുന്നവർക്കും ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളിലും അമോണിയം കാർബോണിക്കം ഉപയോഗിക്കാം. ഇൻ ദോസ് കംപ്ലൈൻറ്റ്സ് ദാറ്റ് ഷുഡ് come to a crisis, if the patient goes into a state of great exhaustion under remedies fairly well selected, you have an instance where the medicine competes with arsenicum for the nervous prostration. അപ്പം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഇങ്ങനത്തെ പ്രതിസന്ധിയുമായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ ഈ രോഗി വല്ലാതെ തളർന്നാകെ എല്ലാം പോയി എന്നുള്ള അവസ്ഥയിലേക്ക് രോഗി പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഒരുവിധം നന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഔഷധങ്ങൾ കൊടുത്തിട്ടും രോഗി ശരിയാവുന്നില്ല, വല്ലാതെ തളർച്ചയിലേക്ക് പോവുകയാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കൊരു സന്ദർഭം വന്നു കിട്ടുന്നത് എങ്ങനെയാണ്? ആ സന്ദർഭത്തിൽ അമോണിയം കാർബോണിക്കവും ആർസനിക്കം ആൽബവും തമ്മിൽ മത്സരിക്കും. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ആർസനിക്കം ആൽബത്തിൻ്റെ ജനറാലിറ്റിയും അതിൻ്റെ മൊഡാലിറ്റീസും, അമോണിയം കാർബണത്തിൻ്റെ ജനറാലിറ്റീസും അതിൻ്റെ മൊഡാലിറ്റീസും. പക്ഷേ ആ സന്ദർഭം സമാനമാണ്. ഒരു അവസാന ഘട്ടത്തിൽ കൃത്യമായിട്ട് ഒരുവിധം കൃത്യം എന്നൊക്കെ തോന്നിച്ച ഔഷധങ്ങൾ കൊടുത്തിട്ട് ഒരു ശരിയായ റിയാക്ഷൻ വരും, ഡിഫക്റ്റീവ് റിയാക്ഷൻ. അപ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് റിയാക്ഷൻ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് ഒരു അമ്യൂലേഷൻ വന്നു, വീണ്ടും അഗ്രിവേറ്റ് ചെയ്തു. പിന്നീട് പറയുന്നുണ്ട് സ്കിൻ സിംറ്റംസ് അപ്പിയർ ചെയ്തു, പക്ഷേ രോഗിക്ക് സമാശ്വാസം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ക്രൈസിസസ്, ഡിഫക്റ്റീവ് റിയാക്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആർസനിക്കത്തെക്കുറിച്ചും അമോണിയം കാർബോണിക്കത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കാം. ഫോർ ദ നെർവസ് പ്രൊസ്റ്റേഷൻ, നാഡികളാകെ തളർന്ന് ആകെ ക്ഷീണിച്ച് എക്സോസ്റ്റായി മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നൊരവസ്ഥ. യു സീ ഹേർട്ട് ഫെയിലിയർ സ്പോക്കൺ ഓഫ് ഇൻ ഓൾഡ് സ്കൂൾ ലിറ്ററേച്ചർ. അതിപ്പോഴുള്ളതാണ്. നമ്മൾ പത്രവാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രമുഖ വ്യക്തികളുടെ അല്ലെങ്കിൽ വല്ല അപകടങ്ങളിലോ മറ്റുമൊക്കെ പെട്ടുകിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വാർദ്ധക്യം പിടിപെട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സമീപകാലത്തുണ്ടായ MD വാസുദേവൻ നായരുടെ മരണം, ONV കുറുപ്പിൻ്റെ മരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് OV വിജയൻ്റെ മരണം. അപ്പോൾ വായനയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുന്ന വാർത്തകളാണ്. അങ്ങനെ കിടന്നിട്ട് ന്യൂമോണിയ വന്നു, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നു. അവസാനം ഹൃദയാഘാതം ഉണ്ടായി മരണം സംഭവിച്ചു. പൊതുവാർത്തയാണ്. അപ്പോൾ നമ്മൾ നോർമലാണ്, നമ്മൾ ഹൃദയം നിലയ്ക്കുമ്പോഴാണല്ലോ മനുഷ്യൻ മരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു മരണസമയം എത്തിയിട്ടില്ല, മരിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ഒരു അവസ്ഥയിൽ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ഫെയിലിയർ വരുമെന്ന് തോന്നിയാൽ, ഇവിടെ ഇപ്പോൾ സർക്കുലേഷനൊക്കെ കുറഞ്ഞു, ഹൃദയം വേണ്ട രീതിയിൽ ഇടിക്കുന്നില്ല, ഒരു ഹൃദയസ്തംഭനം വന്നേക്കാം എന്ന് തോന്നുന്നൊരവസ്ഥയിൽ നമുക്കങ്ങനെ ഹൃദയം പണിമുടക്കി മരിച്ചു എന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് അമോണിയം കാർബോണിക്കത്തെക്കുറിച്ച് ചിന്തിക്കാം, പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ യോജിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ മറ്റു ഔഷധങ്ങൾ. ഇൻ ഗ്രേറ്റ് മെനി ഇൻസ്റ്റൻസസ് ഇഫ് അമോണിയം കാർബോണിക്കം വർ ഗിവൺ ഇൻ ടൈം ഇറ്റ് വുഡ് സേവ് ലൈഫ്. ഗ്രേറ്റ് മെയിൻ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും, അല്ലെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ സമയത്ത്, ഇൻ ടൈം, സമയത്ത് കൊടുക്കണം.
ഒരു പരിധി വിട്ട് പോയിട്ട് കാര്യമില്ല. സമയത്ത് അമോണിയം കാർബ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കും. ഓർത്ത് വെച്ചേക്കുക. ഹൃദയാഘാതം വന്ന് മരിച്ചുവെന്ന് എല്ലായ്പ്പോഴും പറയിപ്പിക്കണമെന്നില്ല. ഇതിൻ്റെ കൊട്ടേഷനാണ് അവേഴ്സ്ഡ് വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ. തുറസായ വായുവിൽ സഞ്ചരിക്കാൻ നടക്കാൻ മടി. ചിൽഡ്രൻ ഡിസ്ലൈക്ക് വാഷിംഗ്, അതും കൊട്ടേഷനാണ്. കുട്ടികൾ കുളിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, കുളി ഇഷ്ടമല്ല. ദ വാംത് ഓഫ് ദ ബെഡ് റിലീവ്സ് ദ റൊമാറ്റിക് പെയിൻസ്, റിലീവ് ദ ചിൽ. വാദസംബന്ധമായ വേദനകൾ, കുളിര്, ഇതിനെയൊക്കെ കിടക്കയിൽ കിടന്ന കിടക്കയുടെ ചൂട് അവരെ മെച്ചപ്പെടുത്തും. ഇന്ന വാം റൂം ദ ഹെഡ് ഏക്ക് ഈസ് ബെറ്റർ, കൊട്ടേഷനാണ്. ചൂടുള്ള മുറിയിൽ തലവേദനക്ക് മെച്ചമുണ്ട്. ഫ്രം വാഷിംഗ് റീഅപ്പിയറൻസ് ഓഫ് ദ സിംറ്റംസ്, നോസ് ബ്ലീഡ്, ബ്ലൂ ഹാൻഡ്സ്, സോളൻ വെയിൻസ്, കൊട്ടേഷനാണ്. നമ്മൾ നേരത്തെ കണ്ടാണ് കുളി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ പഴയ ലക്ഷണങ്ങൾ വീണ്ടും വരുന്നു, ശമിച്ച ലക്ഷണങ്ങൾ വീണ്ടും വരുന്നു, മൂക്കിൽ നിന്ന് ചോര വരുന്നു, കൈകൾ നീലിച്ചു പോകുന്നു, രക്തക്കുഴലുകളൊക്കെ സിരകളൊക്കെ വിങ്ങി വീർത്തു വരുന്നു. വെറുതെ കുളി കൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടാകുന്നു. വേഴ്സ് ഇൻ കോൾഡ് എയർ, അതും കൊട്ടേഷനാണ്. തണുത്ത വായുവിൽ മോശമാകുന്നു. വി കം നൗ ടു ദ അപ്പിയറൻസ് ഓഫ് ദ സ്കിൻ. ഇനി തൊലിയുടെ പ്രശ്നം. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു അവസ്ഥ വരുന്നത്. ബോഡി റെഡ് ആസ് ഇഫ് കവേർഡ് വിത്ത് സ്കാർലറ്റീന. സ്കാർലറ്റ് ഫീവറിന്റെ വേറൊരു പേര്. ചെമ്പനി വന്നിട്ട് ശരീരം മുഴുവൻ ചുവന്നിരിക്കുന്നു. പ്യൂട്ടഡ് ഫ്ലാറ്റ് അൾസേഴ്സ് വിത്ത് എ പഞ്ചൻ സെൻസേഷൻ. ദുർഗന്ധമുള്ള പരന്ന വ്രണങ്ങൾ, അതിൽ നിന്ന് വല്ലാതെ ദുർഗന്ധം വമിക്കുന്നു, പൊള്ളലകത്ത് ഉണ്ടാകുന്നു. വീണ്ടും കൊട്ടേഷനാണ് മാലിഗ്നന്റ് സ്കാലറ്റീന വിത്ത് സോംലോലൻസ്. ഉറക്കമില്ലാതെ വരുന്ന ചെമ്പനിയിൽ, സ്കാലറ്റ് ഫീവറിൽ ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം സ്ലീപ്പ്, ഉറക്കം വന്നു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. എറിസിപ്പിലാസ് ഓഫ് ഓൾ പീപ്പിൾ വെൻ സെർബ്രൽ സിംറ്റംസ് ആർ ഡെവലപ്ഡ്. വൃദ്ധരിൽ തൊലിപ്പുറമേ വ്രണങ്ങൾ വന്ന് അത് പടർന്ന് തിണർപ്പും വ്രണങ്ങളൊക്കെ വരുന്ന അവസ്ഥയിൽ സെർബ്രൽ സിംറ്റംസ്, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട സെർബ്രൽ സിംറ്റംസ് കൂടി കണ്ടു തുടങ്ങുകയാണെങ്കിൽ അവിടെ അമോണിയം കാർബണിനെ കുറിച്ച് ചിന്തിക്കാം. അരിമ്പാറകൾ പോലെ വരാം, എറിസ്പിലാസ് ബ്ലോച്ചസ് വരാം, തടിപ്പ് വ്രണങ്ങളൊക്കെ വരാം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് സീരിയസ് വെൻ ദീസ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ റിലീഫ് ടു ദ പേഷ്യൻസ്. ഇവയെല്ലാം റിലീഫ് കൊടുത്തില്ലെങ്കിൽ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കും. ഇറ്റ് ഷോസ് എ പെർനീഷ്യസ് സ്റ്റേജ് that has been pent up and cannot be held any longer and this violence is going to destroy. ഉണ്ടോ? അപ്പോൾ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പെർനീഷ്യസ്, അദൃശ്യവും വിനാശകരമായ ഈ അവസ്ഥ. ഈ ഒരു അവസ്ഥ അദൃശ്യമാണ്, വിനാശകരമായിരുന്നു. അത് ദാറ്റ് ഹാസ് ബീൻ പെൻഡ് അപ്പ്, അത് ഉള്ളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു, കണ്ടില്ല. പെർനീഷ്യസ് എന്നുള്ള വാക്ക് എൻ്റെ ഉപയോഗിച്ചിരുന്നത് അദൃശ്യമായിരുന്നു, ഉള്ളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഇനി അത് അങ്ങനെ കെട്ടിവെക്കാൻ പറ്റില്ല. ഒരു പരിധി കഴിഞ്ഞു, ഇനി അത് ഉള്ളിൽ കെട്ടി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. വൈറ്റാലിറ്റിയുടെ സവിശേഷ അവസ്ഥയാണ്. ആൻഡ് ദിസ് വയലൻസ് ഇസ് ഗോയിങ് ടു ഡിസ്ട്രോയ്. ഇനി പുറത്തേക്ക് വരുന്ന ഈ വരവ്, ഈ അൺഹെൽത്തി ലുക്കിംഗ് കുമിളകൾ, അരിമ്പാറകൾ, തിണർപ്പുകൾ, വ്രണങ്ങളൊക്കെ വരുന്നു. അത് ആ രോഗിയുടെ ജീവനെ നശിപ്പിച്ചു കളയും, ശരീരത്തെയും ജീവനെയൊക്കെ നശിപ്പിച്ചു കളയും. This is one of the remedies that you may look for to check the progress of such states. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആ രോഗിയുടെ ആ ഒരു വിനാശത്തിലുള്ള പോക്കിനെ തടയാൻ ഉപകരിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നാണ് അമോണിയം കാർബോണിക്കം. അവിടെയും വൺ ഓഫ് ദ റെമഡീസ് മാത്രമാണ് ചിന്തിക്കരുത്, പല ഔഷധങ്ങളുണ്ട്. അമോണിയം കാർബോണിക്കത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അതനുസരിച്ച് അമോണിയം കാർബോണിക്കമാണെങ്കിൽ അത് കൊടുക്കാം. ഇനി റെമഡി ഓഫ് കോഴ്സ്, ഇനി ഒരു വലിയൊരു തത്വം പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് പറയാണല്ലോ. വിദ്യാർത്ഥികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസാണ്, അവർ പ്രാക്ടീസും ഉണ്ടാവും. കെൻറ്റിൽ നിന്ന് അതിന് കേട്ടാൽ ഉടനെ അടുത്ത് ചാടിക്കയറി അത് വിവേകശൂന്യമായിട്ട് പ്രയോഗിക്കുന്ന ആളുകളും ഉണ്ടാകാം, എല്ലാവരും അല്ല. കെൻറ്റ് പറഞ്ഞല്ലോ, ഇനി ഇങ്ങനത്തെ ഒരു രോഗി വരാൻ നേരത്ത് ഉടനെ എന്നാൽ അമോണിയം കാർബൺ കൊടുത്തേക്കാം, ഇനി വേറൊന്ന് പഠിക്കുമ്പോൾ അത് കൊടുത്തേക്കാമെന്ന് ചിന്തിക്കും. വേണ്ടത്ര രീതിയിൽ അവധാനതയോടെ പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും വായിക്കുന്നത് ചാടിക്കേറി പ്രയോഗിക്കുന്ന ചില ആളുകൾ, അത് ശരിയല്ല. അതാണ് കെൻറ്റ് ഇവിടെ പറയുന്നത്. ഓഫ് കോഴ്സ് വിച്ച് കറസ്പോണ്ട്സ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ദ സിംറ്റംസ്. എനി റെമഡി ഓഫ് കോഴ്സ്
അപ്പോൾ ഇവിടെ അമോണിയം കാർബണേറ്റ് ഏത് ഔഷധമാകാം, എങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ? ഒരൊറ്റ വ്യവസ്ഥയെ ഹോമിയോപ്പതിയിലുള്ളൂ. കറസ്പോണ്ട്സ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ദ സിംറ്റംസ്. ആ രോഗിയുടെ ലക്ഷണങ്ങളുടെ സമഗ്രതയോട് കറസ്പോണ്ട് ചെയ്യണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ രോഗിയുടെ ക്രമരഹിതമായി തീർന്ന ജീവശക്തിയോട് ഇത് സംവദിക്കണം, കറസ്പോണ്ട് ചെയ്യണം. അങ്ങനെ കറസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വേറെ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. രോഗശാന്തി നടക്കണോ? ഔഷധം, ആ പൊട്ടൻസൈസ്ഡ് ഔഷധം, അത് രോഗിയുടെ വൈറ്റാലിറ്റിയിലെ ക്രമരാഹിത്യത്തോട് കറസ്പോണ്ട് ചെയ്യണം. അവ തമ്മിൽ പ്രതിപ്രവർത്തിക്കണം, ക്യുറേറ്റീവായിട്ട് പ്രതിപ്രവർത്തിക്കണം. അപ്പം അങ്ങനെ പ്രതിപ്രവർത്തിക്കുന്ന ഏതൊരു ഔഷധവും ഏതൊരവസ്ഥയിലും, ഈ പറയുന്ന മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണെങ്കിലും, സങ്കീർണമായ അസാധാരണമായ അവസ്ഥയിലാണെങ്കിലും, ഈസ് ദ റെമഡി ടു അഡ്മിനിസ്റ്റർ. അതാണ് കൊടുക്കേണ്ട ഔഷധം. അതുകൊണ്ട് എൻ്റെ ഇവിടെ പറയാതെ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെ, നിങ്ങളിത് കേട്ടിട്ട് മരിക്കാൻ പോകുന്ന രോഗി, അയാൾക്ക് സ്കിന്നിൽ സിംറ്റംസ് പുറത്തു വന്നു, പക്ഷെ അയാൾക്ക് റിലീഫ് ഉണ്ടാകുന്നില്ല. നിങ്ങൾ പോയി അമോണിയം കാർബോണിക്കം ചാടിക്കയറി കൊടുത്തേക്കരുതേ. ആ ഒരവസ്ഥയായാലും ശരി, ഏതവസ്ഥയായാലും ശരി, ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു പിടിവള്ളി. അത് യോജിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. നമുക്ക് ഇതോടുകൂടി അമോണിയം കാർബോണിക് എന്ന അധ്യായം അവസാനിക്കുകയാണ്. ഇവിടെ നല്ല ചില സാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാനത്തോട് സ്റ്റാനമാണോ എന്ന് തോന്നും. അപ്പോൾ നമുക്ക് നമുക്ക് സ്റ്റാനത്തിലേക്ക് പോകാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സ്റ്റാനം നമുക്ക് പരിചയപ്പെടാൻ നമുക്ക് ആരംഭിക്കാം. ഇതുവരെ ഈ പരമ്പര ശ്രദ്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.